പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് യുകെയും ഓസ്ട്രേലിയയും കാനഡയും ഔദ്യോഗികമായി അംഗീകരിച്ചതായി പ്രസ്താവനയിൽ വ്യക്തമാക്കി. എന്നാൽ പലസ്തീനിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടാകരുതെന്ന് നിർദ്ദേശമുണ്ട്. ദ്വിരാഷ്ട്ര പരിഹാരത്തിനായുള്ള നീക്കം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. അഭിലാഷ് രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ ചേരുന്നു. അഭിലാഷ്, വിശദാംശങ്ങൾ. എൽദോ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് UK പ്രസിഡന്റ് കെയർ സ്റ്റാമർ പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ UKയും കാനഡയും പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ഗാസയിലേക്ക് കരയുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് UK, കാനഡ, അതുപോലെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഗാസ മുഴുവൻ ഒഴിപ്പിച്ച് അവിടെ ഒരു പൂന്തോട്ടമാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പ്രഖ്യാപനം. അമേരിക്കയും ഇംഗ്ലണ്ടുമായിട്ടുള്ള ബന്ധമൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UK സന്ദർശിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ UKയുടെ ഭാഗത്ത് നിന്ന് ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വലിയൊരു നീക്കം വരുന്നത്. ഇത് മറ്റ് പലസ്തീനെ അംഗീകരിക്കുന്ന പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന്. അതായത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരാനായിട്ട് ഇതാണ് ടു നേഷൻ തിയറി അത് സപ്പോർട്ട് ചെയ്യുക, അതിനെ അംഗീകരിക്കുക, പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴിയെന്നാണ് കെയർ സ്റ്റാമർ പുറത്തുവിട്ട വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നത് ഒരിക്കലും ഹമാസിനെ പിന്തുണച്ചുകൊണ്ടല്ല എന്നുള്ളതും കൂടി കെയർ സ്റ്റാമർ എടുത്തു പറയുന്നുണ്ട്. അതായത് പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നത് ഹമാസിന്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കാനോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ല, പകരം അവിടുത്തെ മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാൻ UN പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുന്നേ കൊണ്ടുവന്ന ടു നേഷൻ തിയറി കൊണ്ടുവന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, എന്നേക്കുമായി പലസ്തീൻ ഒരു സമാധാനവും സ്വാതന്ത്ര്യവും കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തങ്ങൾ ഈ ഒരു നിലപാടിലേക്ക് എത്തുന്നത് എന്നാണ് കെയർ സ്റ്റാമർ പറയുന്നത്. 1917 ലോർഡ് ബെൽഫോർട്ട് ചെയ്തത്, ലോർഡ് ബാൽഫോറാണ് അന്ന് ഇതേപോലെ ജൂതന്മാരെ പലസ്തീനിലേക്ക് രാജ്യമാക്കി അംഗീകരിച്ചു കൊടുക്കാമെന്ന് പറയുന്നത്. അതിനുശേഷം ഒരു നൂറ്റാണ്ടിന് ശേഷം ഇപ്പോൾ ബ്രിട്ടൻ തന്നെ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാമെന്നുള്ള നിലപാട് വന്നിരിക്കുന്നു. അത് എന്തായാലും ഇത്തരം ഘട്ടത്തിൽ ഇന്ന് ഇപ്പോൾ 37ാമത്തെ ഡിവിഷൻ, ഇസ്രായേലിൻ്റെ ആർമിയുടെ 37ാമത്തെ ഡിവിഷൻ ഇന്ന് ഗാസയിലേക്ക് കടന്നിരിക്കുന്നു കരയാക്രമണത്തിന്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗാസയിൽ വലിയ രീതിയിലുള്ള കരയാക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ UKയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ രാജ്യങ്ങൾ, UN-ൽ 10 രാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാണെന്ന് UN-ൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ UKയും ഓസ്ട്രേലിയയും കാനഡയും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇതുപോലെ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ അത് വലിയ രീതിയിലുള്ള ഒരു ചുവടുവയ്പായി മാറും. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഗാസയിൽ നിന്ന് പിന്മാറേണ്ടി വരും. അത് വലിയൊരു നിർണായകമായ നീക്കം തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് വിവരങ്ങൾ നൽകിയത്. കെയർ സ്റ്റാമർ UK പ്രധാനമന്ത്രി ഇതിൽ പ്രതികരിച്ചിരുന്നു. അതിലേക്ക് In the face of the growing horror in the Middle East, we are acting to keep alive the possibility of peace and a two-state solution. That means a safe and secure Israel alongside a viable Palestinian state. At the moment, we have neither. Ordinary people, Israeli and Palestinian, deserve to live in peace, to try to rebuild their lives free from violence and suffering. That's what the British people desperately want to see. Yet, almost 2 years after the barbaric attacks of October the 7th, hostages are still held by the terrorists of Hamas. Recent images show the hostages suffering and emaciated. Hamas even refuse to release all the bodies of the dead.
let's be frank. Hamas is a brutal terror organization. Our call for a genuine two-state solution is the exact opposite of their hateful vision. So we are clear, this solution is not a reward for Hamas, because it means Hamas can have no future, no role in government, no role in security.